ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു LGS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് നോക്കാം. 8.5 ഇൻറ്റു 6.3 ഇങ്ങനെയാണെങ്കിൽ, അതായത് ഇവർ രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കെയുടെ വാല്യൂ എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. അതായത് 8.5 ഇൻറ്റു 6.3 എന്ന് ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ദശാംശ സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പോയിൻ്റ് ഇല്ല എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുക, ഗുണിക്കുക. പോയിൻ്റ് ഇല്ല എന്ന് കരുതിയിട്ട് ഗുണിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, അവർക്ക് പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളോട് പോയിൻ്റ് ഇല്ല എന്ന് വിചാരിക്കുക. 85 ഇൻറ്റു 63 ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 5355 കിട്ടും. ഇനി എന്ത് ചെയ്യുക, ഇനി നമ്മൾ പോയിൻ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമാണുള്ളത്, ഇവിടെയും പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം. അപ്പോൾ ടോട്ടൽ എത്രയാണ്? പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത് കേട്ടോ. 53.55 നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. 135, 75, 90 എന്നീ 3 സംഖ്യകളുടെയും പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന, അല്ലേ? അപ്പോൾ നമ്മൾ ഈ സംഖ്യകളുടെ എല്ലാം എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇവരുടെ എല്ലാം HCF കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് സംഖ്യകൾ. 135 ദെൻ 75, ദെൻ 90, അല്ലേ? അപ്പോൾ ഇവരുടെ എന്ത് കണ്ടുപിടിക്കുക? HCF കണ്ടുപിടിക്കുക. അപ്പോൾ 135 5 കോമൺ ആയിട്ട് പോവും. അപ്പോൾ 5 കോമൺ ആയിട്ട് പോയാൽ 27, ദെൻ 15 ആൻഡ് 18 എന്ന് വരും. ദെൻ ഇവർ കോമൺ ആയിട്ട് ഇതിലാണ് പോവുക, ഇവർ കോമൺ ആയിട്ട് 3യിലാണ് പോകുന്നത്. കോമൺ ആയിട്ട് പോകുമ്പോൾ 9, 5, 6 ഇങ്ങനെ വരും. അപ്പോൾ ഇവരുടെ നമുക്ക് HCF ആണ് വേണ്ടത്, അല്ലേ? HCF എടുക്കുമ്പോൾ 5 ഇൻറ്റു 3 5 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 15 ആണ് എന്ത് ചെയ്യുന്നത്, ആൻസറായിട്ട് വരുന്നത് കേട്ടോ. കോമൺ ആയിട്ട്, അല്ല, ഈ 3 സംഖ്യകളെയും പൂർണ്ണമായിട്ടും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ആ സംഖ്യകളുടെ HCF കണ്ടുപിടിക്കുക. അതായത് 5 ഇൻറ്റു 3 അപ്പോൾ 15 ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൂട്ട് 9 + 16 = x ആണെങ്കിൽ എക്സിൻ്റെ വില എത്ര? അപ്പോൾ നമുക്ക് നോക്കാം. റൂട്ടിൻ്റെ ഉള്ളിൽ എന്താണ്? റൂട്ടിൻ്റെ ഉള്ളിൽ 9 + 16 ആണല്ലേ. 9 + 16 എന്ന് പറയുന്നത് എത്രയാണ്? 25 ആണ്. ദാറ്റ് ഈസ് റൂട്ട് 25 = 5 എന്ന് എഴുതാം, അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസറായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് എന്ത് ചെയ്യുന്നത്, ആൻസറായിട്ട് വരുന്നത്, അല്ലേ? ഏറ്റവും എളുപ്പമുള്ളതാണ്. ജസ്റ്റ് റൂട്ട് കണ്ടാൽ മതി. റൂട്ട് 9 + 16 എന്ന് പറയുന്നത് 25 ആണ്. റൂട്ട് 25 എത്രയാണ്? 5 ആണ്. അപ്പോൾ ആൻസർ 5 ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 108 km/മണിക്കൂർ ശരാശരി വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 1 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? അപ്പോൾ 108 km/h, അതായത് 1 മണിക്കൂറിൽ 108 കിലോമീറ്ററാണ് പോകുന്നത്. 1 മണിക്കൂറിൽ എത്ര പോകുന്നു? 108 കിലോമീറ്ററാണ് പോകുന്നത്. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണല്ലേ. 60 മിനിറ്റിൽ 108 കിലോമീറ്ററാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം പോകുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്, അല്ലേ? 1 മിനിറ്റ് കൊണ്ട് അപ്പോൾ എത്ര ദൂരം പോകും? 108/60 108/60 108/60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1.8 എന്താ വരുന്നത്? മണിക്കൂറാണ് വരുന്നത്. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ എന്താണ്? 1.8 കിലോമീറ്റർ, 1.8 കിലോമീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്, അല്ലേ? 1.8 കിലോമീറ്റർ ആണ്. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ എന്താണ്? നമുക്ക് മീറ്ററിലാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂവിനെ നമുക്ക് മീറ്ററിലോട്ട് ചേഞ്ച് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 1.8 ഇൻറ്റു 1000 ചെയ്താൽ മതി, അല്ലേ? 1000 ചെയ്താൽ മതി. അപ്പോൾ ആൻസർ എന്ത് വരും? 1800 മീറ്റർ എന്ന് ആൻസറായിട്ട് വരും. 1800 മീറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ മണിക്കൂറാണ്. 1 അവർ, 1 അവറിൽ 108 കിലോമീറ്ററാണ് പോകുന്നത്. അപ്പോൾ 1 അവർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. 60 മിനിറ്റിൽ 108 കിലോമീറ്റർ പോകുന്നു. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റിൽ 108/60 ആയിട്ടുള്ള 1.8 കിലോമീറ്ററാണ് പോകുന്നത്. നമുക്ക് മീറ്ററിൽ കണ്ടുപിടിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇൻറ്റു 1000 ചെയ്തു. ഇൻറ്റു 1000 ചെയ്തപ്പോൾ നമുക്ക് 1800 മീറ്റർ എന്ന് ആൻസർ കിട്ടി. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാം.
400 രൂപ വിലയുള്ള സാധനത്തിന് 12% ലാഭം ലഭിക്കണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 400 രൂപയാണ് വില. 400 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ആണല്ലേ. 100% എന്ന് പറയുന്നത് എത്രയാണ്? 400 രൂപയാണ്. ഇത് നമുക്ക് 12% ലാഭം കിട്ടണം. 12% ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 112. 112 കിട്ടണമെങ്കിൽ നമുക്ക് എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ 100നെ 400 ആവാൻ വേണ്ടി എത്രയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 100 × 4 ആണ് 400. സെയിം ഇവിടെ തന്നെ ചെയ്യുക. അപ്പോൾ 112 × 4 ഇവിടെ ചെയ്താൽ മതി. 112 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 448 ആണ് വരുന്നത്. അതായത് ഓപ്ഷൻ ഏതാണ്? എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. 2ൽ നിന്ന് എത്ര കുറച്ചാൽ 0.99 കിട്ടും? 2ൽ നിന്ന് എത്ര കുറച്ചാലാണ്? അപ്പോൾ ഇവിടെ നോക്കാം. 2ൽ നിന്ന് ഏതോ ഒരു സംഖ്യ കുറച്ചപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 0.99 കിട്ടി. ഇനി ആ എക്സിനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു -xന് ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? +x ആവും അല്ലേ. ഈ ഒരു പ്ലസിന് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആവും. അതായത് 2 - 0.99 എന്ന് പറയുന്നത് എന്താണ്? അതാണ് നമ്മുടെ എക്സിൻ്റെ വാല്യൂ. ഇനി എന്ത് ചെയ്താൽ മതി? രണ്ട് സംഖ്യകളെ നമുക്ക് മൈനസ് ചെയ്താൽ മതി. 2.00 - 0.99 അല്ലേ. മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? അറിയാലോ, പോയിൻ്റ് ഇല്ല. ജസ്റ്റ് പോയിൻ്റ് ഒരുമിച്ച് എഴുതി, സംഖ്യകളെ ഒരുമിച്ച് എഴുതി, ദെൻ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1.01 ആയിട്ട് ആൻസർ കിട്ടും. 1.01. ഓപ്ഷൻ ഡി ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഒരു ടാങ്കിൽ 3/5 ഭാഗം വെള്ളമുണ്ട്. 80 ലിറ്റർ കൂടി വെള്ളം ഒഴിച്ചപ്പോൾ ടാങ്ക് നിറഞ്ഞു എങ്കിൽ ടാങ്കിൽ ആകെ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ജസ്റ്റ് ആ ഫിഗർ ഒന്ന് നമുക്ക് നോക്കാം. ഫിഗർ ഒന്നും വരയ്ക്കണ്ട, എന്നാലും നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിലാവാനായിട്ട് ജസ്റ്റ് ആ ഫിഗർ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ടാങ്ക് എന്നുണ്ടെങ്കിൽ ആ ടാങ്കിൽ 3/5 ഭാഗത്താണ്, അതായത് നമ്മുടെ ടാങ്കിനെ ഈക്വലായിട്ട് ഒരു 5 പാർട്ടാക്കി മാറ്റുക. ഇതിൻ്റെ ഒരു ആശയം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഒരു 5 പാർട്ടായിട്ട് നമ്മൾ മാറ്റുക. ഇതിൽ 3/5 ഭാഗത്ത് എന്തുണ്ട്? വെള്ളമുണ്ട് അല്ലേ. അതായത് ഇത്രയും ഭാഗത്ത് എന്തുണ്ട്? വെള്ളമുണ്ട്. ഇനി ഒരു 80 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചു. അപ്പോൾ 80 ലിറ്റർ കൂടി വെള്ളം ഒഴിച്ചപ്പോൾ എന്തായി? നമ്മുടെ ടാങ്ക് എന്ന് പറയുന്നത് ഫുള്ളായി അല്ലേ. അപ്പോൾ അത് ഈ ഒരു പാർട്ടാണ് നമ്മൾ ഒഴിച്ചത്. അതായത് 2/5 പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? 80 ലിറ്റർ എന്ന് പറയുന്നത് അല്ലേ. ബാക്കി നിറയാനായിട്ട് എത്ര ആവശ്യമുള്ളൂ? 2/5 ഉള്ളൂ. ആ 2/5 ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? 80 ലിറ്റർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ടോട്ടൽ എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സിൻ്റെ 2/5 ആണ് എന്തെന്ന് പറയുന്നത്? 80 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ടോട്ടൽ കണ്ടുപിടിക്കാമല്ലോ. x = 18 × 5/2 ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ആൻസർ എത്രയാണ്? 40 വെട്ടി പോകുമ്പോൾ 40 എന്ന് വരും. 40 × 5 200 എന്ന് വരും. നമ്മുടെ ടോട്ടൽ എത്രയാണ് വരുന്നത്? ടോട്ടൽ 200 ആണ്. ഓപ്ഷൻ ബി ആണ് എന്ത് ചെയ്യുന്നത്? ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇനി നിറയാനുള്ള ഭാഗമാണ് 2/5 എന്ന് പറയുന്നത്. ആ 2/5 ആണ് 80 എന്ന് തന്നേക്കുന്നത്. ദെൻ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റൂട്ട് 1225 എന്ന് പറയുന്നത് 35 ആണെങ്കിൽ റൂട്ട് 0.1225 എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് 4 സ്ഥാനമുണ്ടല്ലേ. റൂട്ടിൻ്റെ ഉള്ളിൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് 4 സ്ഥാനമുണ്ടെങ്കിൽ നമ്മുടെ ആൻസറിൽ നമ്മുടെ ആ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ആണോ ഉള്ളത് അതിൻ്റെ പകുതി ആയിരിക്കണം എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആൻസറിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം. ഇവിടെ റൂട്ട് 1225 എന്ന് പറയുന്നത് എത്രയാണ്? 35 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൂട്ട് 0.1225 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് 4 പ്ലേസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസറിൽ എത്ര വേണം? 2 പ്ലേസ് ആണ് എന്ത് ചെയ്യേണ്ടത്? പോയിൻ്റ് കഴിഞ്ഞിട്ട് പാടുള്ളൂ. അപ്പോൾ 2 പ്ലേസ് വേണമെങ്കിൽ 35ൻ്റെ 2 പ്ലേസ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ 0.35 ആയിരിക്കും എന്തെന്ന് പറയുന്നത്? നമ്മുടെ ആൻസറായിട്ട് വരുന്നത് അല്ലേ. എന്താണ്? 0.35. ദാറ്റ് ഈസ് ഓപ്ഷൻ എ ആണ് എന്ത് ചെയ്യുന്നത്? ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ 4 കളികളിൽ നിന്ന് നേടിയത് 6, 50, 20, 24 എന്നീ റൺസുകളാണെങ്കിൽ ആളുടെ ശരാശരി റൺസ് എത്രയാണെന്നാണ്. അപ്പോൾ എന്ത് ചെയ്താൽ ടോട്ടൽ കണ്ടുപിടിക്കണം അല്ലേ. ടോട്ടൽ എത്രയാണ്? 6 ഉണ്ട്,
ദെൻ 50 ഉണ്ട്, 20 ഉണ്ട്, 24 ഉണ്ട്. എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? 100 എന്ന് വരും. എത്ര കളിക്കാരുണ്ട്? 4 കളിക്കാരുണ്ട് അല്ലേ? അപ്പം 100/4. 100/4 എത്രയാണ്? 25. 100/4 എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ശരാശരി റൺസ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 36ഉം ഉസാഗ എന്ന് പറയുന്നത് 3ഉമാണെങ്കിൽ ലസാഗു എത്രയാണ്? അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് ചെറിയൊരു ഇക്വേഷൻ പോലെ അല്ലെങ്കിൽ ഒരു ഫോർമുല ഉണ്ട്, അതൊന്നും നമ്മൾ നോക്കി വെക്കുക. എന്താണ്? രണ്ട് സംഖ്യകളുടെ ഉസാഗ അല്ലെങ്കിൽ HCF ഇൻറ്റു LCM, രണ്ട് സംഖ്യകളുടെ LCM എന്ന് പറയുന്നത് ആ രണ്ട് സംഖ്യകളുടെ ഗുണനഫലമായിരിക്കും. എന്താണ്? ആ രണ്ട് സംഖ്യകളുടെ ഗുണനഫലമായിരിക്കും. ആ രണ്ട് സംഖ്യകളുടെ ഗുണനഫലമായിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ട് സംഖ്യകളുണ്ട്. ആ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് ആ രണ്ട് സംഖ്യകളുടെ HCF ഇൻറ്റു LCM ആയിരിക്കും. അപ്പോൾ ഇവിടെ ഗുണനഫലം എത്രയാണ്? 36 തന്നിട്ടുണ്ട്. അതുപോലെ ഉസാഗ എന്ന് പറയുന്നത് 3ഉമാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് വരും? HCF 3 ഇൻറ്റു LCM ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 3 ഇൻറ്റു LCM എന്ന് പറയുന്നത് 36 ദെൻ LCM കണ്ടുപിടിക്കുക. LCM എന്ന് പറയുന്നത് 36/3. 36/3 എന്ന് പറയുന്നത് 12 ആയിരിക്കും ആൻസർ വരുന്നത്. അതായത് ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി 12 ആണ് ആൻസർ. ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഇതാണ്, HCF ഇൻറ്റു LCM എന്ന് പറയുന്നത് ആ രണ്ട് സംഖ്യകളുടെ HCF ഇൻറ്റു LCM എന്ന് പറയുന്നത് ആ രണ്ട് സംഖ്യകളുടെ ഗുണനഫലമായിരിക്കുമെന്ന് ഓർത്ത് വയ്ക്കുക. ആ രണ്ട് സംഖ്യകളുടെ HCF ആണ്, രണ്ട് സംഖ്യകളുടെ LCM ആണ്, അവരുടെ പ്രൊഡക്റ്റാണ് എന്തെന്ന് പറയുന്നത് ആ രണ്ട് സംഖ്യകളുടെ ഗുണനഫലത്തിനോട് ഈക്വൽ ആയിരിക്കും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, 22, 27, 31, 34, 36. അങ്ങനെയെങ്കിൽ അടുത്ത സംഖ്യ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം നോക്കാം. 22 അടുത്തത് എത്രയാണ്? 27 അടുത്തത് എത്രയാണ്? 27. അപ്പോൾ 22 നിന്ന് എത്ര കൂട്ടി? +5 കൂട്ടിയതാണ് 27. അടുത്തത് എത്രയാണ്? 31. എത്ര കൂട്ടിയതാണ്? +4 കൂട്ടിയതാണ് 31. അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 34. ഇവിടെ നിന്ന് എത്ര കൂട്ടിയതാണ്? +3 ആഡ് ചെയ്തതാണ് അല്ലേ? ദെൻ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 36. എത്രയാണ് ആഡ് ചെയ്തത്? +2 ആണ് ആഡ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് എത്രയായിരിക്കും? +1 ആയിരിക്കും അല്ലേ? +1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്ന് പറയുന്നത് 37 ആയിരിക്കും. 37 ആണ് എന്തെന്ന് പറയുന്നത് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പ്രത്യേക കോഡിൽ ബിജു എന്നതിന് എന്താണ്? CJKV ആണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രമ എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? അപ്പോൾ ബിയിൽ നിന്ന് അടുത്തത് എന്താണ്? ബി അല്ലേ? ബിയിൽ നിന്ന് എങ്ങനെ വന്നു? സി ആയിട്ട് വന്നു, അതായത് +1 ചെയ്തു. അടുത്തത് ഐ ആണല്ലേ? ഐയിൽ നിന്ന് എങ്ങനെ വന്നു? ജെ വന്നു. ഐയിൽ നിന്ന് ജെ വന്നതും എങ്ങനെ തന്നെയാണ്? +1 തന്നെയാണ്. ദെൻ അടുത്തത് ജെ ആണല്ലേ? ജെയിൽ നിന്ന് എന്ത് വന്നു? കെ വന്നു. അതും എന്ത് തന്നെയാണ്? +1 ചെയ്തത് തന്നെയാണ് അല്ലേ? ജെ കഴിഞ്ഞ് നെക്സ്റ്റ് സംഖ്യ. നെക്സ്റ്റ് അടുത്തത് യു ആണല്ലേ? യുവിൽ നിന്ന് അടുത്ത് എന്തായിരിക്കും? വി വന്നു. അപ്പോൾ എല്ലാം എന്താണ്? 1 ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെ എഴുതാമല്ലോ. രമ 6 നോക്കുക. 6നോട് കൂടി 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? എസ് വരും. അടുത്തത് ഇ ആണ്. ഇയിൽ നിന്ന് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? എഫ് വരും അല്ലേ? ദെൻ നമുക്ക് ഇപ്പം തന്നെ ഓപ്ഷൻ എലിമിനേഷൻ അല്ലേ നോക്കാം. ഇതും എന്ത് വരില്ല? ഇതും വരില്ല. ഇനി ഇതിൽ രണ്ടെണ്ണത്തിൽ ഏതോ ഒരെണ്ണമാണ്. ദെൻ അടുത്തത് എം ആണല്ലേ? എം എന്ന് കഴിഞ്ഞാൽ എൻ ആയിരിക്കും അല്ലേ? എം കഴിഞ്ഞ് വരുമ്പോൾ എൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ്. SFNB എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? അപ്പോൾ ത്രികോണമുണ്ട്, ചതുർഭുജമുണ്ട്, പഞ്ചഭുജമുണ്ട്. അപ്പോൾ ഇതിൽ ഏതാ കൂട്ടത്തിൽ പെടാത്തത്? ഓപ്ഷൻ സി വൃത്തമാണ് വരുന്നത്. കാരണം എന്താ? എയും ബിയും ഡിയും എല്ലാം എന്താണ്? ബഹുഭുജങ്ങളാണ്, പോളിഗൺസ് ആണ് അല്ലേ? വൃത്തം മാത്രം എന്തല്ല? ബഹുഭുജങ്ങളല്ല അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോൾ അപ്പുവിൻ്റെ വയസ്സിൻ്റെ 9 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. 3 വർഷം കഴിയുമ്പോൾ അത് 5 മടങ്ങാകുന്നു എങ്കിൽ ഇപ്പോൾ അമ്മയ്ക്ക് അപ്പുവിനേക്കാൾ എത്ര വയസ്സ് കൂടുതലുണ്ട്? നമുക്ക് നോക്കാം. ഇപ്പോൾ അപ്പുവിൻ്റെ വയസ്സ്, അപ്പോൾ നമുക്ക് അപ്പുവിൻ്റെ വയസ്സ് നോക്കാം. അപ്പുവിൻ്റെ വയസ്സ് എന്ന് പറയുന്നത് നമുക്ക് X ആയിട്ട് എടുക്കാം.
അങ്ങനെയാണെങ്കിൽ അമ്മയുടെ വയസ്സ്, നമ്മുടെ മദറിൻ്റെ വയസ്സ് എന്ന് പറയുന്നത് അപ്പുവിൻ്റെ വയസ്സിൻ്റെ 9 മടങ്ങാണ്. അപ്പോൾ എത്രയായിരിക്കും വരിക? 9x. ഇനി 3 വർഷം കഴിയുമ്പോൾ നമ്മുടെ അപ്പുവിൻ്റെ വയസ്സ് എത്രയായിരിക്കും? x+3 ആയിരിക്കും അല്ലേ? 3 വർഷം കഴിയുമ്പോൾ x+3. അപ്പോൾ അമ്മയുടെ വയസ്സ് എത്രയായിരിക്കും? 9x+3 ആയിരിക്കും വരുന്നത്. ഇനി അവർ പറഞ്ഞ അടുത്ത കണ്ടീഷൻ നമുക്ക് നോക്കാം. എന്താണ്? 3 വർഷം കഴിയുമ്പോൾ ഇത് 5 മടങ്ങാകുന്നു. അപ്പോൾ 3 വർഷം കഴിയുമ്പോൾ ഈ എക്സ് എന്ന് പറയുന്നത് 9x ആയ പോലെ ഈ x+3 എന്ന് പറയുന്നത് എത്ര മടങ്ങാകുന്നു? 5 മടങ്ങാകുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് 5 × x+3യോട് ഈക്വലായിട്ട് വരും അല്ലേ? അപ്പോൾ 2 കണ്ടീഷൻസ് അവിടെ പറഞ്ഞേക്കുന്നത്. 3 വർഷം കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് x+3 ആയി, 9x എന്ന് പറയുന്നത് 9x+3 ആയി. അത് നമുക്ക് ഏജ് കൂടുന്നതിനനുസരിച്ച്, ഇയർ കൂടുന്നതിനനുസരിച്ച് ഏജ് കൂടും. ഇനി അവർ പറയുന്ന കണ്ടീഷൻ എന്താണ്? അപ്പോൾ അപ്പുവിൻ്റെ വയസ്സ് എന്ന് പറയുന്നത് മദറിൻ്റെ വയസ്സിൻ്റെ 5 മടങ്ങായിട്ടാണ് വരുന്നത്. അല്ല, മദറിൻ്റെ വയസ്സ് അപ്പുവിൻ്റെ വയസ്സിൻ്റെ 5 മടങ്ങ്. ഇനി ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടുമല്ലോ. എങ്ങനെ കിട്ടും? 9x+3 എന്ന് പറയുന്നത് 5x+15 ആയിരിക്കും അല്ലേ? ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു. ദെൻ 9x - 5x എന്ന് പറയുന്നത് 15 - 3 ആണ്. ദാറ്റ് ഈസ് 12 അല്ലേ? അതായത് 4x എന്ന് പറയുന്നത് 12 ആണ്. ദെൻ x = എങ്ങനെ എഴുതാം? 12/4 = 3. നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 3 ആയിട്ട് കിട്ടി. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആയിട്ട് കിട്ടി. അതായത് നമ്മുടെ അപ്പുവിൻ്റെ വയസ്സ് എന്ന് പറയുന്നത് 3ഉം നമ്മുടെ അമ്മയുടെ വയസ്സ് എന്ന് പറയുന്നത് 9 × 3 27 നമുക്ക് കിട്ടി. ഇനി എന്താ ചോദിച്ചേക്കുന്നത്? എത്ര കൂടുതലാണെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? എത്ര കൂടുതലാണ്? 24 + 3 അല്ലേ 27. അപ്പോൾ എത്ര കൂടുതലായിരിക്കും? ഓപ്ഷൻ എ 24 വയസ്സ് കൂടുതലായിരിക്കും. ഓക്കെ, എത്ര കൂടുതലാണ്, അല്ലെങ്കിൽ വയസ്സല്ല നമ്മളോട് ചോദിച്ചേക്കുന്നത്, എത്ര കൂടുതലാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ എത്ര കൂടുതലാണ്? 24 കൂടുതലാണ്. ഓക്കെ ആണല്ലോ. ദെൻ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. 18 - 4 × 8/2. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ഇതൊരു ബോർഡ് മാസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ? അപ്പോൾ നമുക്ക് റൂൾ ഉപയോഗിക്കണം. ഏതൊക്കെയാണ്? ബോർഡ് മാസ് ആണല്ലേ? BODMAS, ബോർഡ് മാസ്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് ആദ്യം എന്താ? ഡിവിഷൻ വന്നിട്ടുണ്ടല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ഡിവിഷൻ ചെയ്യണം. അപ്പോൾ 18 - 4 ഇൻറ്റു പിന്നെന്താ? ഇൻറ്റു ഉണ്ട്. ദെൻ 8/2. 8/2 എത്രയാണ്? 4 = ഇനി എന്താ? ഇവരെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? 18 - 4 × 4 16. ദെൻ ആൻസർ 18 - 16 എത്രയാണ്? 2. നമ്മുടെ ആൻസർ 15ാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒറ്റയാൻ ആരെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒറ്റയാൻ ആരാണ്? ഇതിൽ നോക്കാം. 17 ആണെങ്കിലും 19 ആണെങ്കിലും 23 ആണെങ്കിലും എല്ലാം എന്ത് തന്നെയാണ്? പ്രൈം നമ്പേഴ്സ് ആണല്ലേ? ബാക്കി നമ്മുടെ ആൻസർ ഏതാണ്? 21 ആണ് ഇതിൽ പ്രൈം നമ്പർ അല്ലാത്തത്. അപ്പോൾ ബാക്കിയെല്ലാം പ്രൈം നമ്പേഴ്സാണ്. 21 എന്തല്ല? പ്രൈം നമ്പർ അല്ല. അപ്പോൾ അതുകൊണ്ട് ഒറ്റയാൻ ആരായിരിക്കും? 21 ആയിരിക്കും. പ്രൈം നമ്പേഴ്സ് എന്ന് വെച്ചാൽ അഭാജ്യ സംഖ്യകൾ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 62K, അതായത് 62K, ഇതൊരു 3 അക്ക സംഖ്യയുടെ ഒരു രൂപമാണ്. എന്താണ്? 3ൻ്റെ ഗുണിതമാണെങ്കിൽ Kയുടെ വിലയായി വരാവുന്ന സംഖ്യകൾ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ 3ൻ്റെ ഗുണിതമാണെങ്കിൽ നമുക്കറിയാം, 3ൻ്റെ ഗുണിതമാണെങ്കിൽ അതിൻ്റെ ഡിജിറ്റ് സം എന്ന് പറയുന്നത്, 3ൻ്റെ ഗുണിതമാണെങ്കിൽ അവരുടെ ഡിജിറ്റ് സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതെന്ന് പറയുന്നത് 3ൻ്റെ മൾട്ടിപ്പിൾ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഇട്ട് നോക്കാം. ഇപ്പോൾ 1 ഇട്ട് കൊടുത്തു എന്ന് വിചാരിക്കാം. നമ്മുടെ ആൻസർ 6 to 1 ആണ് ഇട്ട് കൊടുത്തെങ്കിൽ ഡിജിറ്റ് സം എത്രയായിരിക്കും വരിക? 6 + 2 8, 8 ഉം 1 9. അപ്പോൾ നമുക്ക് 1 ശരിയായിട്ടുള്ള ആൻസറാണ് അല്ലേ? നമുക്ക് 1 എന്താക്കി കൊടുക്കാം? ശരിയായിട്ട് കൊടുക്കാം. ഇത് 4 ഇട്ട് കൊടുത്തു. 4 ഇട്ട് കൊടുക്കുമ്പോൾ 624 എന്ന് വരും. ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 6 + 4 10 2 12 അല്ലേ? 12 എന്ന് പറയുന്നത് 3ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ നമുക്ക് 4ഉം ശരിയായിട്ട് വരും. ഇനി നമുക്ക് 3 കൊടുക്കാം. 3 ആകുമ്പോൾ 623 എന്ന് വരും. അപ്പോൾ എത്ര വരും? ഇങ്ങനെ ഇതിൻ്റെ ഡിജിറ്റ് സം എന്തല്ല? 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല അല്ലേ? ഓക്കെ, എത്ര വരും? 6 8 8 2 8 3 11 വരും. അപ്പോൾ 11 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ നമുക്ക് 3നെ എടുക്കാൻ പറ്റില്ല. പിന്നെ ആരേ ഉള്ളൂ? പിന്നെ നമുക്ക് ഇതും തന്നെ ഡയറക്റ്റ് നമുക്ക് പോകാൻ പറ്റും. നമുക്ക് 1 2 അല്ലേ? ഓപ്ഷൻ 1 2. അപ്പോൾ 3 എന്തായാലും ഇല്ല. അപ്പോൾ നമുക്ക് എവിടെ എത്താം? ഓപ്ഷൻ ഡി ആയിട്ട് എത്താം. ഇനി വേണമെങ്കിൽ ജസ്റ്റ് ചെയ്ത് നോക്കാം. 627 ഇതെന്താണ്? 3ൻ്റെ മൾട്ടിപ്പിളാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഏതാ വരുന്നത്? ഓപ്ഷൻ
ഡി ആണ് വരുന്നത്. 1, 2, 4 മാത്രമാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രോപ്പർട്ടി എന്താണ്? ഡിജിറ്റ് സം ആണെങ്കിൽ 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ സംഖ്യേനെ നമുക്ക് 3ൻ്റെ ഗുണിതമായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. വരിയായി അടുക്കി വെച്ചിരിക്കുന്ന റോസാ ചെടികളിൽ ഒരെണ്ണത്തിന് മാത്രമാണ് പൂക്കളുള്ളത്. മുന്നിൽ നിന്ന് എണ്ണുമ്പോഴും ആ ചെടി 32ാമതിരിക്കുന്നു, പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ ആ ചെടി 17ാമതിരിക്കുന്നു. എങ്കിൽ ആ വരിയിൽ ആകെ എത്ര റോസാ ചെടികളുണ്ടെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ലൈൻ ഇങ്ങനെയാണെന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുന്നിൽ നിന്ന് എണ്ണുകയാണെങ്കിൽ ഈ ചെടി എവിടെ ഇരിക്കുന്നത്? 32ാമത്തെ ചെടിയാണ്. അപ്പോൾ ഇതിന് മുന്നിൽ എത്ര ചെടികളുണ്ടായിരിക്കും? 31 ചെടികളുണ്ടായിരിക്കും. പിന്നെയാണ് നമ്മുടെ ഈ ഒരു ചെടി ഇരിക്കുന്നത്. ഇനി പിന്നിൽ നിന്നും എണ്ണുമ്പോൾ എത്രാമത്തെയാണ്? 17ാമത്തെയാണ് അല്ലേ? അപ്പോഴും നമ്മുടെ ഇവിടെ എത്ര പേരുണ്ടായിരിക്കും? 16 ചെടികളുണ്ടായിരിക്കും. അപ്പോൾ ടോട്ടൽ 31 ചെടികൾ അപ്പുറത്തുണ്ട്, 16 ചെടികൾ ഇപ്പുറത്തുണ്ട്, പ്ലസ് നമ്മുടെ ഈ ചെടിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 48. ടോട്ടൽ എത്ര വരും? 48 ചെടികളായിട്ട് ടോട്ടൽ വരും. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 48 ആണ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായിട്ടുള്ള രീതിയിൽ നമുക്ക് നോക്കാം. താഴെ തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക. അപ്പോൾ എങ്ങനെയാണ്? ആദ്യം ഏതാ വരുന്നത്? കലമാണല്ലേ വരുന്നത്. കലമാണ് ആദ്യം വരുന്നത്. അപ്പോൾ 5. അപ്പോൾ 5 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ സിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതുപോലെ തന്നെ ഓപ്ഷൻ ബിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഏതാ? ആദ്യം കലം വരുന്നു. കലം നമ്മൾ എവിടെ വയ്ക്കുക? അടുപ്പിലാണല്ലേ വയ്ക്കുക. അപ്പോൾ 5 കഴിഞ്ഞ് എവിടെ വരുന്നത്? 2 ആണ് വരുന്നത് അല്ലേ? 5, 2. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആദ്യം കലമാണ്. കലം നമ്മൾ അടുപ്പിൽ വെക്കുന്നു. അടുപ്പ് എവിടെയാണ്? നമ്മുടെ അടുക്കളയിലാണ്. അടുക്കള എവിടെയാണ്? വീട്ടിലാണ്. വീട് എവിടെയാണ്? ഗ്രാമത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഓർഡറിലാണ് വരുന്നത്. റീസണിങ്ങിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഒരാൾ വീട്ടിൽ നിന്നും 8 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിക്കുന്നു. ആളുടെ വീടാണിത്. വീട്ടിൽ നിന്നും 8 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിക്കുന്നു. ഇവിടെ നിന്ന് 8 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം ആൾ 4 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. ഇവിടെ നിന്ന് 4 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. തുടർന്ന് 6 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിക്കുന്നു. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലത്തോട്ട് എത്രയാണ്? ഒരു 6 കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നത്. അതിനുശേഷം 4 കിലോമീറ്റർ പിന്നെ എന്താണ്? വലത്തോട്ട് സഞ്ചരിക്കുന്നു. ഇവിടെ നിന്നാണ് ഒരു 4 കിലോമീറ്റർ ആൾ വലത്തോട്ട് സഞ്ചരിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആൾ വീട്ടിൽ നിന്നും എത്ര സ്ഥാനം അല്ലെങ്കിൽ എവിടെയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെയായിരുന്നു ആളുടെ എന്തെന്ന് പറയുന്നത്? നമ്മുടെ വീട് എന്ന് പറയുന്നത് ആളുടെ ഇവിടെയായിരുന്നു. ഇവിടെ നിന്ന് ആൾ ഇപ്പോൾ എത്രയാണ്? ഈ ഒരു ലെങ്ത്ത് 6 ആണ്. ഇത് ടോട്ടൽ ലെങ്ത്ത് 8 ആണ്. അപ്പോൾ ഇത് എത്രയായിരിക്കും? 2 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് അകലെയാണ് വീട്ടിൽ നിന്ന് ആളുള്ളത്. അപ്പോൾ എവിടെയാണ്? ഇതാണ് ആളുടെ വീട്. അപ്പോൾ എവിടെ നിന്നാണ്? 2 കിലോമീറ്റർ എവിടെയാണ്? വീട് ഇവിടെയാണ്. വീടിൽ നിന്ന് വടക്കോട്ട് 2 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ആളുടെ സ്ഥാനം. അതായത് ഓപ്ഷൻ എ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. 2 കിലോമീറ്റർ വടക്കോട്ടായിരിക്കും ആളുടെ ഇപ്പോഴത്തെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ LGS ലെവലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ തുടർന്നും അടുത്തുള്ള മറ്റു ക്വസ്റ്റ്യൻ പേപ്പറുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്